നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയെ ഹരിത ജില്ലയായി പ്രഖ്യാപിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിനാണ് പ്രഖ്യാപനം നിർവഹിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ചാർജിങ്ങിന് ഇട്ട സ്കൂട്ടർ കത്തി നശിച്ചിട്ടും സ്കൂട്ടറിന്റെ ക്ലെയിം നൽകാൻ കമ്പനി തയ്യാറാകുന്നില്ല എന്ന് ഉടമ. അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയുടെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ വലിയ നോമ്പ് ആചരണം ഏപ്രിൽ 11 മുതൽ 27 വരെ വിപുലമായി ആചരിക്കുമെന്ന് വികാരി ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ പറഞ്ഞു. ജലവിഭവ വകുപ്പിന്റെ ഡാമുകൾക്ക് ചുറ്റുമേർപ്പെടുത്തിയ ബഫർ സോൺ ഉത്തരവ് സർക്കാർ പിൻവലിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയെ ഹരിത ജില്ലയായി പ്രഖ്യാപിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിനാണ് പ്രഖ്യാപനം നിർവഹിച്ചത്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി. ചെറുതോണി ടൗണിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികൾ സന്നിഹിതരായിരുന്നു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലൂടെ ഹരിത ജില്ലാ പദവി ഇടുക്കിക്ക് സ്വന്തം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം എന്നത് ഈ സർക്കാരിന്റെ നയമാണ്. അത് നമ്മൾ ഏറ്റെടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം ഇത് കേരളത്തിൻ്റെ ഒരു വലിയ മെസ്സേജാണ്, സന്ദേശമാണ്. അത് ഗ്രാമീണ ജനങ്ങൾ ഏറ്റെടുത്തു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് മാലിന്യമുക്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ വിജയവും പരാജയവും തമ്മിലുള്ള ഏറ്റക്കുറച്ചിൽ. നഗരവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും എല്ലാം വലിയ വളർച്ചയുടെ പന്താവിൽ നമ്മുടെ നഗരവും നാടുമെല്ലാം മാലിന്യമുക്തമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ കഴിയുന്നു വരില്ല. പക്ഷെ അതിന്ന് എത്തിയിരിക്കുന്നത് അതിരൂക്ഷമായ വലിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്ന അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു നാടിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ഏറ്റവും വലിയ നേട്ടം ശുചിത്വമുള്ള ഒരു മേഖല രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ 2 കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന് മാലിന്യ സംസ്കരണം, മറ്റൊന്ന് അത് എടുത്ത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുക. ഇക്കാര്യങ്ങളിൽ നമ്മൾ ഏറെ കാലങ്ങളായി നടത്തിയ പരിശ്രമമാണ് ഇന്ന് നമ്മുടെ ജില്ലയെ മാലിന്യമുക്തമാക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഹരിത ജില്ലയായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്. ശുചിത്വമുള്ള സമൂഹത്തിലൂടെ മാത്രമേ സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ജലജന്യ രോഗങ്ങൾ എന്നിവയെ തടയാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനും ഹരിത ഇടുക്കിയാക്കി മാറ്റാൻ കഴിഞ്ഞതെന്നും കളക്ടർ പറഞ്ഞു. കുടുംബശ്രീ അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു. गाए जा
എന്താ ഈ മുഖം കുറിച്ചിങ്ങനെ നിൽക്കുന്നത്? എന്റെ മെമ്പറെ, ഈ പെണ്ണുപിള്ള ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ദേ നോക്കിയേ, അവളുടെ വീട്ടിലെ ചപ്പും ചോറും എന്റെ മുറ്റത്തൊക്കെ അടിച്ചിട്ടിരിക്കുന്നത്. ചെറുതോണി ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ബീന ടോമി, ആൻസി തോമസ്, ഉഷാകുമാരി മോഹൻകുമാർ, KG സത്യൻ, M ലതീഷ്, ഡിറ്റാച്ച് ജോസഫ്, നിമ്മി ജയൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PK സജീവ്, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ അജയ് P കൃഷ്ണ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR, തദ്ദേശ സ്വയംഭരണ അസിസ്റ്റന്റ് ഡയറക്ടർ C ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാഗമൺ കുരിശുമലയിൽ 121ാമത് 40ാം വെള്ളി ദുഃഖവെള്ളി ആചരണവും പുതുഞായർ തിരുനാളും 11, 18, 27 തീയതികളിലായി നടക്കും. പാലാ രൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് കാണിയോടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 27ാം തീയതി പുതുഞായർ ദിനത്തിൽ പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കും. വാഗമൺ കുരിശുമലയിൽ 40ാം വെള്ളി ആചരണം, ദുഃഖവെള്ളി ആചരണം, പുതുഞായർ തിരുനാൾ എന്നിവ 11, 18, 27 തീയതികളിലായി നടക്കും. 11-ന് രാവിലെ 9-ന് പാലാ രൂപതയിലെ അടിവാരം വെള്ളികുളം ഇടവകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും 10:30-ന് മലമുകളിലെ പള്ളിയിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും നടക്കും. പാലാ രൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 18-ന് ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 6 മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കും. മലയടിവാരത്തുള്ള പള്ളിയിൽ രാവിലെ 7:30-ന് തിരുക്കർമ്മങ്ങൾ നടക്കും. തുടർന്ന് 9-ന് കുരിശിന്റെ വഴിക്ക് ഫാദർ തോമസ് മണ്ണൂർ കാർമ്മികത്വം വഹിക്കും. 25-ന് വൈകിട്ട് 5:30-ന് പുതുഞായർ തിരുനാൾ കൊടിയേറ്റ്, കുർബാന എന്നിവ നടക്കും. ഫാദർ സെബാസ്റ്റ്യൻ മാപ്രക്കരോട്ട് നേതൃത്വം നൽകും. 27-ന് പുതുഞായർ ദിനത്തിൽ രാവിലെ 6:30-ന് കുർബാന ഫാദർ പോൾ ചെറുപ്പുറത്ത്, 8:30-ന് കുർബാന ഫാദർ മാത്യു കാടൻകാവിൽ എന്നിവർ നിർവഹിക്കും. 10-ന് ആഘോഷമായ വിശുദ്ധ കുർബാന രൂപത മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കും. 12 മണിക്ക് കുർബാന ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ, 2:30-ന് കുർബാന ഫാദർ സെബാസ്റ്റ്യൻ എട്ടുപറയിൽ, 4-ന് ഫാദർ മെർവിൻ വരയൻകുന്നേൽ എന്നിവർ അർപ്പിക്കും. ഈ വർഷം മുതൽ രാത്രി കുരിശുമല കയറുന്നതിനുള്ള ലൈറ്റ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വേണ്ട ശുചിമുറികൾ, കുടിവെള്ളം, വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിനായി പുതുതായി നിർമ്മിച്ച 2 ഗ്രൗണ്ടുകളുമുണ്ട്. കൂടാതെ പ്രത്യേക ബസ് സർവീസുകളും സജ്ജമാണ്. 40ാം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് പാലാ രൂപതയിലെ വെള്ളികുളം അടിവാരം എന്നീ 2 ഇടവകളുടെ നേതൃത്വത്തിൽ 9 മണിക്ക് കുരിശിന്റെ വഴി ആരംഭിക്കും. കുരിശുമലയുടെ അടിവാരത്തിലുള്ള ഗ്രൗണ്ട് കല്ലില്ല കവല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുരിശിന്റെ വഴി ആരംഭിക്കുന്നത്. അവിടെ നിന്ന് കുരിശിന്റെ വഴി ആരംഭിച്ച് മലമുകളിൽ 10:30 വിശുദ്ധ കുർബാന, തുടർന്ന് നേർച്ചക്കഞ്ഞി. അങ്ങനെയാണ് 40ാം വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പാലാ രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ അച്ഛനാണ്. അതിനുശേഷം നമുക്ക് 18ാം തീയതി ദുഃഖവെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കും. ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങളെല്ലാം നടക്കുന്നത് മലയുടെ അടിവാരത്തിലുള്ള ദേവാലയത്തിലാണ്. അവിടെ രാവിലെ 7:30-ക്ക് ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. അതിനുശേഷം 9 മണിയോടുകൂടി കുരിശിന്റെ വഴിയും തുടർന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങളുടെ സമാപന പ്രാർത്ഥനകളും അതുപോലെ ദുഃഖവെള്ളിയുടെ സന്ദേശവും എല്ലാം നൽകുന്നത് മലമുകളിലുള്ള ദേവാലയത്തിലാണ്. ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് പുതുഞായർ തിരുനാളിന് കൊടിയേറുന്നത്. പുതുഞായർ തിരുനാളിന്റെ ദിവസം 27-ാം തീയതി ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 6:30 മുതൽ മലമുകളിലുള്ള ദേവാലയത്തിൽ വൈകുന്നേരം 4 മണി വരെ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. അതുപോലെ മലയടിവാരത്തിലുള്ള കല്ലില്ലാക്കവലയിലുള്ള ദേവാലയത്തിൽ രാവിലെ 10 മണിക്ക് പാലാ രൂപതയുടെ മെത്രാൻ അഭിവന്ധ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകും. ഇത്രയുമാണ് 40ാം വെള്ളി, ദുഃഖവെള്ളി, പുതുഞായർ ദിവസങ്ങളുടെ തിരുക്കർമ്മങ്ങൾ വാഗമൺ കുരിശുമലയിൽ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ആന്റണി വാഴയിൽ, സോണി വെളിയത്ത്, ജോയ്സ് കൊച്ചുമടത്തിൽ, സ്റ്റീഫൻ ഷീബ ഭവൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഏപ്രിൽ 28-നാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം സംഘടിപ്പിക്കുന്നത്. എന്റെ കേരളം 2025 പ്രദർശന വിപണനമേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കും.
സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-നും എന്റെ കേരളം 2025 പ്രദർശന വിപണന മേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കും. 4ാം വാർഷിക ആഘോഷങ്ങളുടെ പരിപാടികൾ സംഘാടനം സംബന്ധിച്ച് അവലോകനം ചെയ്യുന്നതിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. കഴിഞ്ഞ 9 വർഷക്കാലം സർക്കാർ നടപ്പാക്കിയ വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗത്തിൽ പ്രകാശനം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും നല്ല സഹകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ഈ സ്റ്റാൾ സന്ദർശിക്കുന്നവർക്ക് ലഭിക്കത്തക്ക പോലെയുള്ള ഒരു നിലപാടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുള്ളത്. കാലിക പ്രസക്തമായ വിഷയങ്ങളുടെ നല്ല സെമിനാറുകൾ ഇതിനോടനുബന്ധമായി ഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലും ആ പ്രദർശന മേള വിജ്ഞാനപ്രദവും അതോടൊപ്പം നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയിരുന്നു എന്ന് ഇന്നത്തെ തലമുറയെ ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുമായിരിക്കും ക്രമീകരിക്കുക. ഇതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായി ഈ ഇടുക്കിയിൽ വെച്ച് നടത്തപ്പെടുന്ന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം എല്ലാവരെയും പങ്കെടുപ്പിക്കുവാൻ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സാന്നിധ്യം ഉറപ്പുവരുത്താൻ, ഇതോടൊപ്പം വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് അതത് വകുപ്പ് മേധാവികൾ ശ്രമിക്കണം. പ്രദർശന വിപണന മേളകളിൽ എല്ലാ വകുപ്പുകളുടെയും സ്റ്റാളുകളും പ്രദർശനങ്ങളും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഏപ്രിൽ 28-ന് നടത്തും. ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെ വാഴത്തോപ്പ് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ പ്രദർശന വിപണന മേള സംഘടിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ചെറുതോണി ടൗണിൽ നിന്നും വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നീർനാക്കുന്നേൽ, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ GS വിനോദ്, ജില്ലാതല ഏകോപന സമിതി ചെയർമാൻ CV വർഗീസ്, ജനറൽ കൺവീനർ K സലിംകുമാർ, കൺവീനർ ജോസ് പാലത്തിനാൽ, ജോയിന്റ് കൺവീനർ ജോർജ് പോൾ, ഏകോപന സമിതി പ്രതിനിധികളായ അനിൽ കൂവപ്ലാക്കൽ, രാജു ജോസഫ്, പ്രഭാ തങ്കച്ചൻ, ഷിജോ തടത്തിൽ, NK പ്രിയൻ, T നൌഷാദ്, സണ്ണി ഇല്ലിക്കൽ, സിനോജ് വള്ളാടി, ഐൻസ് തോമസ്, സിജി ചാക്കോ, നിമ്മി ജയൻ തുടങ്ങിയവരും വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മാജിക് ക്ലേയിൽ വിസ്മയ ശില്പങ്ങൾ ഒരുക്കി 8ാം ക്ലാസ്സുകാരി ഷിസ്മയ KS. വണ്ണപ്പുറം SNM സ്കൂൾ വിദ്യാർത്ഥിനിയായ ഷിസ്മയയുടെ കൈകളിൽ അല്പം മാജിക് ക്ലേ കിട്ടിയാൽ കൃഷ്ണനും രാധയും ഗോപികമാരും സരസ്വതി ദേവിയും എന്നിങ്ങനെ മനസ്സിൽ തോന്നുന്നത് എന്തും നിമിഷ നേരം കൊണ്ട് മനോഹര ശില്പങ്ങളാക്കി മാറ്റും ഈ കൊച്ചുമിടുക്കി. മാജിക് ക്ലേയിൽ വിസ്മയ ശില്പങ്ങൾ ഒരുക്കി വിസ്മയം തീർക്കുകയാണ് വണ്ണപ്പുറം SNM സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷിസ്മയ KS. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ തന്റെ കഴിവുകളെ മൂടിവെക്കാൻ തയ്യാറാകാത്ത ഈ മിടുക്കി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ക്ലേ മോഡലിങ്ങിനോട് തോന്നിയ ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ചു. തുടർന്ന് യൂട്യൂബ് വീഡിയോകൾ നോക്കി പരിശീലനം തുടങ്ങി. പിന്നീട് മനസ്സിൽ തോന്നുന്ന എന്തും ശില്പമാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. നിരന്തരമായ പരിശ്രമത്തിലൂടെ ഇന്ന് ഷിസ്മയയുടെ കൈകളിൽ അല്പം മാജിക് ക്ലേ കിട്ടിയാൽ കൃഷ്ണനും രാധയും ഗോപികമാരും സരസ്വതി ദേവിയും ഗണപതിയും എന്നിങ്ങനെ മനസ്സിൽ തോന്നുന്നത് എന്തും നിമിഷനേരം കൊണ്ട് മനോഹര ശില്പങ്ങളായി മാറും. ക്ലേ മോഡലിങ്ങിന് പുറമെ ചിത്രരചനയിലും എംബ്രോയിഡറി വർക്കിലും ആർട്ട് വർക്കുകളിലും പ്രത്യേക അഭിരുചി പുലർത്തുന്ന ഷിസ്മയ്ക്ക് പഠനത്തോടൊപ്പം ക്ലേ മോഡലിംഗിൽ കൂടുതൽ പരിശീലനം നേടണമെന്നാണ് ആഗ്രഹം. എനിക്ക് ഇത് ചെയ്യാൻ ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ 4ാം ക്ലാസ് തൊട്ടാണ് ചെയ്യാൻ പഠിച്ചത്. ഓരോ വീഡിയോയിലും ചെയ്യുന്ന കണ്ടാണ് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നത്. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഓരോ വീഡിയോ കണ്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കിതോടൊപ്പം ഡ്രോയിങ് ഞാൻ ചെയ്യാറുണ്ട്, പിന്നെ എംബ്രോയിഡറി ചെയ്യാറുണ്ട്, പിന്നെ ഓരോ വീഡിയോസ് കണ്ട് ഫ്ലവേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബം ഏറെ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കളർ പെൻസിലും ഇതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അത് ഞങ്ങളുടെ ഇത് സിറ്റുവേഷൻ കാരണം ഒന്നും വലിയ മൈൻഡിൽ തന്നെ എടുത്തില്ല. വരച്ച് കെട്ടി വെക്കും. പിന്നെ ഇതൊക്കെ കണ്ടാണ് പെട്ടെന്ന് ഇത്രയൊക്കെ. പിന്നെ കുഞ്ഞു ഉടുപ്പുകളൊക്കെ തയ്ച്ച് വെക്കും.
അങ്ങനെയൊക്കെ കുറെ കണ്ട് സന്തോഷമുണ്ട്. പക്ഷെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമല്ല. അത് സ്വന്തമായി വീടോ സാഹചര്യങ്ങളോ ഇല്ലാത്ത ഇവർക്ക് കുട്ടിയുടെ പഠനാവശ്യങ്ങൾക്ക് ഒരു സഹായം ലഭിക്കുന്ന പക്ഷം മികച്ച നിലയിൽ എത്തിച്ചേരാൻ തക്കവണ്ണം കഴിവുള്ള കുട്ടിയാണ് ഷിസ്മായ എന്നും സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. 4 വർഷത്തോളമായി ഞാൻ ഈ കുട്ടീനെ പരിചയമായിട്ട് നമ്മുടെ കടയുടെ തൊട്ടടുത്ത് താമസിക്കുന്നത്. തീരെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടൊക്കെ ഉള്ളൊരു കുടുംബത്തെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. പക്ഷെ നമുക്കൊന്നും സഹായിക്കാനൊന്നും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എനിക്കും ഇല്ല. എന്നാലും ഞാൻ പലതും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പലതും കണ്ട് ഡ്രസ്സൊക്കെ ആണെങ്കിലും ഒരു മോഡൽ കണ്ട് അതുപോലെ തന്നെ കൈ കൊണ്ട് വെട്ടി തയ്ക്കുന്നുള്ളതാണ്. അതൊക്കെ ഒരു അപാര കഴിവാണ്. അതുപോലെ ചിത്രം വരയ്ക്കും. ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കണം കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. സത്യം പറഞ്ഞാൽ അത്രയും കഴിവുള്ള കൊച്ചാണ്. ഈ കൊച്ചിനെ പ്രോത്സാഹിപ്പിക്കാനോ അവന് വേണ്ട നേതൃത്വം കൊടുക്കാനോ സാമ്പത്തിക സ്ഥിതിയോ ഇവർക്ക് ഇല്ല. ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്ന് സഹായിച്ചാൽ ആ കുട്ടി രക്ഷപ്പെട്ടു പോകും. ഈ കുടുംബം തന്നെ രക്ഷപ്പെട്ടു പോകും. ഞാൻ അവരെ പരിചയം ഉണ്ടായിട്ട് 6 വർഷമായി. അന്നോട്ട് ഇവരെ അറിയാവുന്നവരാണ്. കുഞ്ഞുകുട്ടികളായിരുന്നു. കുട്ടിക്ക് നല്ല കഴിവുണ്ട്. പിന്നെ ഇവരെ ഒന്ന് സഹായിച്ചു വിടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു വീടില്ല, ഏറ്റവും അത്യാവശ്യം അവർക്കൊരു വീടില്ലാത്തതാണ്. ഞങ്ങളെല്ലാ കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സ്വന്തമായിട്ട് തയ്ക്കും. എല്ലാ കാര്യത്തിനോടും മിടിക്കുകയാണ്. മുന്നോട്ട് അവർക്ക് ഏറ്റവും ഒരു കിടപ്പേടാണ് ഏറ്റവും അത്യാവശ്യം. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കൊരു സാമ്പത്തിക ശേഷി ഇല്ല. അതിനൊരു സഹായം. വണ്ണപ്പുറം കല്ലറവേലിൽ ഷെല്ലി ഷാജി ദമ്പതികളുടെ മകളാണ് ഷിസ്മയ. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയുടെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ വലിയ നോമ്പ് ആചരണം ഏപ്രിൽ 11 മുതൽ 27 വരെ വിപുലമായി ആചരിക്കുമെന്ന് വികാരി ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ, കൈക്കാരന്മാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 40-ാം വെള്ളി ആചരണം, ഊട്ടുനേർച്ച, ദുഃഖവെള്ളി അനുസ്മരണം, പുതുഞായർ തിരുനാൾ, വിശുദ്ധ കുർബാന, സ്ലീവാപാത, പീഡാനുഭവ സന്ദേശം, നേർച്ചക്കഞ്ഞി തുടങ്ങിയവ വലിയ നോമ്പ് ആചരണത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയുടെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ വലിയ നോമ്പ് ആചരണം ഏപ്രിൽ 11 മുതൽ 27 ഞായർ വരെ വിപുലമായി ആചരിക്കുകയാണ്. 11-ന് വെള്ളി രാവിലെ 9-ന് കുരിശിന്റെ വഴി ഗെത്സമനിയിൽ നിന്ന് മലമുകളിലേക്ക്, 10 മണിക്ക് വിശുദ്ധ കുർബാന ഫാദർ ജേക്കബ് കടുത്തോടിൽ, വചന സന്ദേശം ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ, ഊട്ടുനേർച്ച 12-ന് വിശുദ്ധ കുർബാന, 13 ഓശാന ഞായർ രാവിലെ 7-ന് കുരുത്തോല വെഞ്ചരിപ്പ് ഇടവക ദേവാലയത്തിൽ, 11-ന് വിശുദ്ധ കുർബാന തുമ്പച്ചി കപ്പേളയിൽ, 18 ദുഃഖവെള്ളിയാഴ്ച രാവിലെ 6-ന് ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ ഇടവക ദേവാലയത്തിൽ, 8-ന് ഭക്തി നിർഭരമായ കുരിശിന്റെ വഴി അറക്കുളം അശോക കവലയിൽ നിന്നും മെയിൻ റോഡിലൂടെ തുമ്പച്ചി കുരിശുമലയിലേക്ക്. സമാപന പ്രാർത്ഥന 11-ന് പീഡാനുഭവ സന്ദേശം വെരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ജോസഫ് കദളിക്കാട്ടിൽ പുത്തൻപുര, തുടർന്ന് നേർച്ചക്കഞ്ഞി. 27 പുതുഞായറാഴ്ച രാവിലെ 10-ന് കുരിശിന്റെ വഴി ഗെത്സമനിയിൽ നിന്നും മലമുകളിലേക്ക്, 10:30-ന് വിശുദ്ധ കുർബാന, പാച്ചോർ നേർച്ച എന്നിങ്ങനെയാണ് തിരുക്കർമ്മങ്ങൾ എന്ന് വികാരി ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ, കൈക്കാരന്മാരായ ബേബി ഐക്കരമറ്റം, ജോയി കുളത്തിനാൽ, ഷിന്ദു കുളത്തിനാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോലാനി ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച ഭരണസമിതി ട്രഷറർ KS ഹരികൃഷ്ണന്റെ അകാല വിയോഗത്തിൽ അനുശോചന യോഗം നടത്തി. NSS കരയോഗം ഹാളിൽ വെച്ച് നടത്തിയ അനുശോചന യോഗത്തിൽ സമിതി പ്രസിഡന്റ് S ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ VK ബിജു, വാർഡ് കൗൺസിലർ കവിത വേണു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോലാനി ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നിര്യാതനായ ഭരണസമിതി ട്രഷറർ KS ഹരികൃഷ്ണന്റെ അകാല വിയോഗത്തിൽ അനുശോചന യോഗം നടത്തി. കോലാനി NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സമിതി പ്രസിഡന്റ് S ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. VK ബിജു, വാർഡ് കൗൺസിലർ കവിത വേണു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സുധീഷ്, ഉണ്ണികൃഷ്ണൻ, ജലജ ശശി, N രവീന്ദ്രൻ, PK മഹാദേവൻ, വിഷ്ണു മോഹനൻ, KB സുരേന്ദ്രനാഥ്, CA ശശിധരൻ നായർ, JS ജോൺ, MK ഉണ്ണികൃഷ്ണൻ നായർ, സുധീഷ് PS എന്നിവർ പങ്കെടുത്തു. R അജി സ്വാഗതവും AN അരവിന്ദൻ നന്ദിയും പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ദേശത്തെ സംബന്ധിച്ച്
ഏറ്റവും പ്രധാനപ്പെട്ടവരെന്ന് നമ്മൾ വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുന്ന 2 പുണ്യ ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു കൂടിച്ചേരൽ നമ്മളെ സംബന്ധിച്ച് വലിയ മാനസിക വ്യക്തിയും ഹൃദയ നമ്പരങ്ങളുമൊക്കെ ഉളവാക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ കൈവശം ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ഓർമ്മയായി നിൽക്കുക. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ നമ്മളോടൊപ്പം നമ്മുടെ നിർമ്മനായി നിന്നുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും അമരങ്കാലമ്മയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ നിരന്തരമായി നിന്നുകൊണ്ട് ഏതു സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ച പരീക്ഷണമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് പരീക്ഷണം ഞങ്ങളെ കളിക്കൂട്ടുകാരുണ്ട്. എല്ലാവരെയും നോക്കിയിരുന്ന രീതി വളരെ അല്ലസറിൽ നിന്ന് ഉള്ളവരും പ്രാക്ടീസ് നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അധ്യാപകനായിട്ടാണ് അവിടെയും നമ്മളെ ഹരീഷിനായിട്ട് മാറിയിരുന്നത്. അത് എല്ലാവരും വളരെയധികമായിട്ട് ശ്രദ്ധിച്ച ഒരാളായിരുന്നു. ഇത്രയധികം പഠനത്തിൽ ശ്രദ്ധ, വളരെയധികം എല്ലാ കാര്യങ്ങളിലും, അമ്പലത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് മേൽനോട്ടം വഹിച്ച് ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ കൊണ്ടുപോകണം, അമ്പലത്തിലാണെങ്കിൽ എങ്ങനെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതുപോലെ എനിക്ക് വളരെ വിഷമം തോന്നിയത് മരണത്തിന് തലേദിവസം ഒരു ചിട്ടിയുടെ കാര്യത്തിനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടു. എല്ലാവരും കുറച്ച് പേരും കൂടെ പങ്കുചേരാനുണ്ട് അതിനകത്ത് അമ്പലത്തിൻ്റെ കാര്യം. ഞാനത് മരിച്ചു കഴിഞ്ഞാണ് ഞാനത് കണ്ടത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളിൽ കൂടെ ഇല്ലാതെയായി പോയല്ലോ, ഇത്രയും പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിത്വം. അതുകൊണ്ട് ഈ ഒരു അനുസ്മരണങ്ങളെ എല്ലാവിധ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാവുന്ന വ്യക്തിയായിരുന്നു ഹരീഷ്. എന്ത് കാര്യത്തിനും കമ്മിറ്റി കൊടുക്കുന്നത്, എന്ത് കാര്യത്തിൽ എല്ലാ ആവശ്യത്തിലുള്ള കാര്യങ്ങളും എപ്പോഴും ഉറച്ചു നീക്കാനുള്ള കഴിവുകളുടെ ഹരീഷ്. ഹരീഷിൻ്റെ കുടുംബത്തിലും ഹരീഷിനോട് പോലും ഉണ്ടായ കുടുംബത്തിലുണ്ടായ ദുഃഖത്തിൽ ഞാനും കൊല ദിവസവും ദുഃഖവും അനുസരണവും അറിയുന്നു. 2 മണിക്കൂറിനാണ് പോയത് കേട്ടപ്പോഴത്തേക്ക് എനിക്കൊന്നും വയ്യാതെ സത്യം പറഞ്ഞു. ഒരു എന്താ പറയുക, കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല എനിക്ക്. ഞാൻ അത്തരത്തിലൊരു വിഷമമായിരുന്നു വന്നിരിക്കുമായിരുന്നു. എല്ലാത്തിനും ഹരീഷിനെ പറ്റി അറിയാവുന്നതാണ്. പിന്നെ ഒന്നും കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എനിക്ക് പറയാനും പറ്റുന്നില്ല. അത് പ്രാവർത്തികമാക്കാൻ ആദ്യം മുഖം നോക്കാതെ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ ഇനി നമ്മളോട് കൂടി ഇല്ല എന്നുള്ളൊരു ദുഃഖമാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം തന്നെ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച 2 സഹപ്രവർത്തകർ വിൽസനൊക്കെ എനിക്കറിയാം. അവരൊക്കെ ഇദ്ദേഹത്തിന് വളരെ മുമ്പേ തന്നെ അവരൊക്കെ ഈ ഇവിടെ പറഞ്ഞു പോകുകയുണ്ടായി. നല്ല ആരോഗ്യത്തോടെ കുറച്ച് നാൾ മുമ്പ് ഫുൾ ബോഡി ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ലാണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, നല്ലത് ചെയ്യുന്നവരെ അധികകാലം നിലനിർത്തുന്നില്ല നല്ലത്. അതാണ് നമ്മളിവിടെ കണ്ടത്. അദ്ദേഹം ഏത് കാര്യത്തിലും ദൈവിക കാര്യത്തിലും അങ്ങേയറ്റമായിരുന്നു അദ്ദേഹം, ദൈവഭക്തിയും വിശ്വാസവും. പക്ഷേ അത് അദ്ദേഹത്തെ നേരത്തെ വിളിച്ച് നിങ്ങളുടെ പ്രവർത്തനത്തിൽ തീരുമാനങ്ങൾ പോരാറുണ്ട്. അപ്പം അങ്ങനെയൊരു ആ സമയത്ത് നമുക്ക് ആ ദുഃഖത്തിൽ അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെയും ദുഃഖത്തിൽ പങ്കുചേരുക, എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുക. ചാർജിങ്ങിനെ ഇട്ട സ്കൂട്ടർ കത്തി നശിച്ചിട്ടും സ്കൂട്ടറിന്റെ ക്ലെയിം നൽകാൻ കമ്പനി തയ്യാറാകുന്നില്ല എന്ന് ഉടമ. ഇടുക്കി സ്വദേശി ചേറാടിയിൽ പ്രിൻസ് ബാബുവാണ് സ്കൂട്ടർ കമ്പനിക്കും ഇൻഷുറൻസ് കമ്പനിക്കുമെതിരെ ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. സംഭവത്തിൽ സ്കൂട്ടറിന്റെ നിർമ്മാതാക്കളായ കമ്പനിയുമായി ബന്ധപ്പെട്ടുവെങ്കിലും ചാർജിങ്ങിലെ പ്രശ്നമാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞ് ക്ലെയിം കമ്പനി നിഷേധിച്ചതായി പ്രിൻസ് പറയുന്നു.
കഴിഞ്ഞ മാസം 16-നാണ് ചുരുളിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പ്രിൻസ് എത്തുന്നത്. പതിവായി ഇവിടെ എത്തുമ്പോൾ സ്കൂട്ടർ ചാർജ് ചെയ്യാറുണ്ട്. ഇത്തവണയും സ്കൂട്ടർ ചാർജിനിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം സ്കൂട്ടറിന് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ സമീപത്തിരുന്ന വാഷിംഗ് മെഷീൻ, ഉണങ്ങാനിട്ടിരുന്ന തുണികൾ, മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ തീപിടുത്തത്തിലുണ്ടായത്. സംഭവത്തിൽ സ്കൂട്ടറിന്റെ നിർമ്മാതാക്കളായ ഓല കമ്പനിയുമായി ബന്ധപ്പെട്ടുവെങ്കിലും ചാർജിങ്ങിലെ പ്രശ്നമാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞ് ക്ലെയിം കമ്പനി നിഷേധിച്ചതായി പ്രിൻസ് പറയുന്നു. ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും ഇങ്ങനെയൊരു തീ പിടുത്തം ഉണ്ടാവുകയും അത് എന്താണത് കമ്പനിയുടെ തന്നെയാണ് ഉത്തരവാദിത്വമാണത്. അപ്പോൾ നമ്മൾ ഇത് ഓല കമ്പനിയിൽ ഇൻഫോം ചെയ്തു. അവർ വന്ന് നോക്കി. അവർ വന്നിട്ട് പറയുന്നു ഇത് കമ്പനിയുടെ ഭാഗത്തെ പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്, ഷോർട്ട് സർക്യൂട്ടാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 വർഷം അതിന് വാറണ്ടിയുള്ള പുതിയ വണ്ടിയാണത്. 3 വർഷം വാറണ്ടിയുള്ള ആ വണ്ടിയുടെ വാറണ്ടിയിൽ നമുക്കതൊന്നും ക്ലെയിം ചെയ്ത് തരാൻ പറ്റത്തില്ല എന്നാണ് ഓല കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിത് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവർക്ക് നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു. എന്നിട്ടും അവർ പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫയറിൻ്റെ തീപിടുത്തമുണ്ടായതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്ന് അവർ പറയുന്നു. പിന്നെ FIR വേണം, അത് വേണം, ഇത് വേണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ ഒരു ക്ലെയിമിൻ്റെ ഒരു കാര്യത്തിനും അവർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇതുവരെ. 3 വർഷത്തോളം വാറന്റിയുള്ള സ്കൂട്ടറാണ് കത്തിനശിച്ചത്. ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ആവശ്യപ്പെട്ട ഡോക്യുമെന്റുകളെല്ലാം സമർപ്പിച്ചിട്ടും തുടർ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നും പ്രിൻസ് ആരോപിക്കുന്നു. ഇരു കമ്പനികൾക്കെതിരെയും നഷ്ടപരിഹാരത്തിന് നിയമ നടപടിക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഈ യുവാവ്. അടുത്തിടെയായി ഈ കമ്പനിയുടെ തന്നെ നിരവധി സ്കൂട്ടറുകൾ പല സ്ഥലങ്ങളിലായി കത്തിനശിച്ചിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്ന് ഇനിയും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൊതുജനത്തിനെ ദ്രോഹിക്കും വിധം ജലവിഭവ വകുപ്പിന്റെ ഡാമുകൾക്ക് ചുറ്റും ഏർപ്പെടുത്തിയ ബഫർ സോൺ ഉത്തരവ് ഇപ്പോൾ വൈദ്യുതി ബോർഡിന്റെ ഡാമുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് പിണറായി സർക്കാർ. ഈ ജനദ്രോഹ നീക്കത്തിൽ നിന്ന് സർക്കാർ അടിയന്തരമായി പിന്തിരിയണമെന്ന് DCC ജനറൽ സെക്രട്ടറി വിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ ഈ നീക്കത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായ സമര നടപടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി ജില്ലയെ നിർമ്മാണ നിരോധനത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന പിണറായി സർക്കാർ ജില്ലയെ ഉലയ്ക്കുന്ന പുതിയ നിയന്ത്രണവുമായി രംഗത്തെത്തിയിരിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി വിജോ മാണി ആരോപിച്ചു. പൊതുജനത്തിനെ ദ്രോഹിക്കും വിധം ജലവിഭവ വകുപ്പിന്റെ ഡാമുകൾക്ക് ചുറ്റും ഏർപ്പെടുത്തിയ ബഫർ സോൺ ഉത്തരവ് ഇപ്പോൾ വൈദ്യുതി ബോർഡിന്റെ ഡാമുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് പിണറായി സർക്കാർ. ഈ ജനദ്രോഹ നീക്കത്തിൽ നിന്ന് സർക്കാർ അടിയന്തരമായി പിന്തിരിയണമെന്ന് വിജോ മാണി ആവശ്യപ്പെട്ടു. ജലവിഭവ വകുപ്പിന്റെ ബഫർ സോൺ ഉത്തരവ് പിൻവലിക്കുമെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞ അതേ ദിവസം തന്നെയാണ് വൈദ്യുതി ബോർഡിന്റെ ഡാമുകളിലേക്കും ബഫർ സോൺ വ്യാപിപ്പിക്കുമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി മറുപടി നൽകിയത്. ബഫർ സോൺ ഉത്തരവ് നടപ്പിലാക്കാനുള്ള വൈദ്യുതി വകുപ്പിന്റെ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്നും വിജോ മാണി പറഞ്ഞു. നമ്മൾ അന്ന് ആശങ്കപ്പെട്ടതുപോലെ തന്നെ KSEB ഡാമുകളിലേക്കും ഈ ബഫർ സോണിന്റെ ഉത്തരവ് വ്യാപിപ്പിക്കാൻ നടപടി നടന്നിരിക്കുകയാണ്. ഇപ്പം 20 മീറ്റർ ചുറ്റളവില് മാക്സിമം വാട്ടർ ലെവലിന്റെ 20 മീറ്റർ ചുറ്റളവില് ഒരു നിർമ്മാണവും പാടില്ലായിരുന്നു. ആ 20 മീറ്റർ മുതൽ 100 മീറ്റർ വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജലവകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NOC ആവശ്യമാണെന്ന് പറഞ്ഞാണ് ജലവകുപ്പിന്റെ ഉത്തരവ് 26/12/2024 ഇറക്കിയ ഉത്തരവ് പറയുന്നത്. അപ്പൊ ഇതേ ഉത്തരവ് തന്നെ വൈദ്യുതി ബോർഡ് നിയന്ത്രണ ഡാമുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സ്ഥിതി ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ജില്ലയിൽ 24 പഞ്ചായത്തുകൾ ഈ KSEB ഡാമിന്റെ പ്രദേശങ്ങളായിട്ടുണ്ട്. 24 പഞ്ചായത്തുകൾ. കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉണ്ട്. ഇപ്പൊ 24 പഞ്ചായത്തുകളെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഉത്തരവ് നിലവിൽ വരാൻ പോകുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നൽകിയ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷത വഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിയിരുന്നു. നീന്തൽ അറിയാൻ പാടില്ലാത്ത കാരണത്താൽ നിരവധി കുട്ടികൾ വിവിധതരം ജലാശയങ്ങളിൽ പല അപകടങ്ങളിലും പെടുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം സംഭവങ്ങൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടോടെയാണ് പഞ്ചായത്ത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ജില്ലയിലെ മറ്റൊരു പഞ്ചായത്തിൽ നടപ്പാക്കാത്ത ഈ പദ്ധതിക്ക് വലിയ സ്വീകാര്യതയായിരുന്നു.
പരിശീലനം കൃത്യമായി പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കാഞ്ചിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന യോഗം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം എന്ന പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അത് തുടർച്ചയായിട്ട് ഈ അവധിക്കാലങ്ങളിൽ ബന്ധുവീടുകളിൽ ചെല്ലുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പടുതാക്കുഴിയിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിലൊക്കെ മരിച്ചു പോകുന്ന വാർത്ത നമ്മൾ നിരന്തരമായി വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സയൻസ് സ്കൂളിലെ ഒരു പരിപാടിക്ക് എന്നപ്പോൾ അവിടുത്തെ മാനേജർ അച്ഛനോട് ഞങ്ങൾ സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അത് അനുവദിച്ച് ജില്ലാ DPSയിൽ നിന്ന് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ അതിനൊരു അവസരം നമുക്ക് അവിടെ തരണമെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛന് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും ആ കുളം നമുക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞു. പരിശീലകനുണ്ട് അവിടെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള പരിശീലകനുമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന് വിട്ടുതരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത്. നീന്തൽ എന്ന് പറയുന്നൊരു ചെറിയ കാര്യമില്ല, ഒരു വ്യായാമ മുറ കൂടിയാണ്. ഏറ്റവും നല്ലൊരു വ്യായാമമാണ് നീന്തൽ. അപ്പോൾ നീന്തി പഠിച്ച പിള്ളേർക്കറിയാം. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? നല്ലപോലെ പഠിച്ചു. ഏത് വെള്ളത്തിൽ പോയാലും രക്ഷപ്പെടാം. അപ്പം നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഇത് ആൺപെൺ വ്യത്യാസമില്ലാതെ മുഴുവൻ കുട്ടികൾക്കും ഇത് ഒരു പ്രാവശ്യം പഠിച്ച ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ ഗിരിജകുമാരി പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടുത്ത വർഷവും ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിൽ എന്ന് ആരോപണം. ഗ്രാമസേവകൻ അവധിയിൽ പോയതിനെ തുടർന്നാണ് ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. ബില്ല് മാറി വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഗുണഭോക്താക്കൾ വലഞ്ഞിരിക്കുകയാണ്. പകരം ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അപേക്ഷ നൽകിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഗ്രാമസേവകൻ നീണ്ട അവധിയിൽ പോയതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നത്. മഴക്കാലത്തിന് മുൻപ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ബില്ല് മാറുവാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ ആരോപിച്ചു. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകൾ കിട്ടിയിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ആകെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. കാരണം വീടിന്റെ പണി തീർക്കുവാൻ വേണ്ടി ആളുകൾ ഒന്നാം ഗഡും രണ്ടാം ഗഡും ഒക്കെ കാശ് കിട്ടിയതനുസരിച്ച് വീടിന്റെ പറഞ്ഞ രീതിയിലുള്ള പണി തീർത്തിരുന്നിട്ട് അതൊന്ന് വെരിഫിക്കേഷൻ ചെയ്യുവാൻ അതിന്റെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഗ്രാമസഭ ചെല്ലാത്തതിന്റെ പേരിൽ ആളുകൾക്ക് അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് അടുത്ത ഗഡു പൈസ കിട്ടുന്നതിനുള്ള അപേക്ഷ വയ്ക്കുവാനോ പണി ചെയ്യുവാനോ കഴിയുന്നില്ല. രാജാക്കാട് പഞ്ചായത്തിലെ ഗ്രാമസേവകൻ എന്തോ അസുഖമായി ബന്ധപ്പെട്ട് ലീവാണെന്ന് അറിഞ്ഞു. പകരം രാജാക്കാട് പഞ്ചായത്ത് പകരം സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ലൈഫ് മിഷനിൽ വീടുകൾ പണിയുന്ന ആളുകളുടെ പണി തീർത്ത് വരുന്നതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് അടുത്ത ഗഡു മേടിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് വീട് പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം ഇനി 2 മാസം കഴിഞ്ഞാൽ മഴക്കാലമാണ് വരുന്നത്. അതിനു മുമ്പ് പല ആളുകളും വീട് പൊളിച്ച് ഷെഡിലൊക്കെയാണ് കഴിയുന്നത്. അപ്പോൾ മഴക്കാലമാകുന്നതിന് മുമ്പ് തന്നെ ഈ വീട് പണി തീർത്ത് ആളുകൾക്ക് കയറി താമസിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. പ്രതിസന്ധികൾ പരിഹരിച്ച മഴക്കാലത്തിന് മുൻപ് വീട് പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലൈഫ് ഗുണഭോക്താക്കൾ. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ മർദ്ദനമേറ്റതായി പരാതി. സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശിയും ഓൺലൈൻ ടാക്സി ഡ്രൈവറുമായ സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു. വാഹനത്തിനും കേടുപാടുകൾ വരുത്തിയതായി പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. RP റോയൽറ്റി കമ്പനി എന്ന സ്ഥാപനത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സ്വപ്നേഷ്. കഴിഞ്ഞ ദിവസം യാത്രക്കാരെ മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചതിനു ശേഷം മറ്റൊരു ട്രിപ്പിനായി ആനച്ചാലിലെ സ്വകാര്യ റിസോർട്ടിന്റെ പാർക്കിങ്ങിൽ വിശ്രമിക്കുകയായിരുന്ന തന്നെ ഓൺലൈൻ ടാക്സി സഫാരി അനുവദിക്കില്ലെന്ന് ആരോപിച്ച് ഒരു കൂട്ടം പ്രാദേശിക ടാക്സി തൊഴിലാളികൾ കൂട്ടമായി എത്തി മർദ്ദിച്ചുവെന്നാണ് സ്വപ്നേഷിന്റെ പരാതി. ഇന്നലെ രാത്രി വൈകുന്നേരത്തെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് ഞാൻ ആനച്ചാലിലെ സമ്മർക്കാസിലെ പാർക്കിങ്ങിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് ഡ്രൈവർമാരെന്ന് തോന്നിക്കുന്ന കുറച്ച് ആൾക്കാർ വന്ന് എന്നെ മർദ്ദിക്കുകയും എന്റെ കാറ് തല്ലി പൊളിക്കുകയും എന്റെ കർണക്കുറ്റി അടിച്ചു പൊളിക്കുകയും എന്റെ പാലിന് സർവ്വ അത് കാരണം കൊണ്ട് കേസെല്ലാം പാലിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എന്റെ FIR ഇട്ടിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 3-4 പ്രതികളുടെ പേരും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്റെ സ്ഥലത്ത് കൊച്ചിയിലോട്ട് പോവുകയാണ്.
പാർക്കിങ്ങിൽ വിശ്രമിക്കുകയായിരുന്ന ഡ്രൈവറെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷിയും പറയുന്നു. ഞാനൊരു ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ പാർക്കിങ്ങിൽ കിടക്കുമായിരുന്നു. ആ പാർക്കിംഗ് കിടക്കുന്ന സമയത്ത് ഏതൊരു വണ്ടി ഒരാൾ വന്നിട്ട് ഒരു ചേട്ടനോട്, ആരെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഒരു ചേട്ടനോട് എനിക്ക് ഇതുവരെ പോകാറായില്ലടാന്ന് ചോദിച്ച് താടിക്കൂടെ തേപ്പ് കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ഒരു ബൈക്ക് വരുന്നുണ്ട്, കുറച്ച് ഓട്ടോക്കാർ വരുന്നുണ്ട്, കുറച്ച് ടാക്സി വരുന്നുണ്ട്. ഒരു ജസ്റ്റ് 2-3 മിനിറ്റിനുള്ളിൽ 10-40 വണ്ടിക്കാരുണ്ട്. അവിടെ പാവപ്പെട്ടവർക്ക് ചുമ്മാ എടുത്തിട്ട് ഇരിക്കുക. എന്നിട്ട് ആരോട്ടൊക്കെ എടുത്ത് കല്ലെടുത്തെറിയുന്നു, ഗ്ലാസ് പൊട്ടിപ്പോയി. അതിൻ്റെ അകത്തിട്ട് പിന്നെ ഒരു കല്ലെടുത്തിട്ട് ഇവർ ആ വണ്ടിക്ക് ചുറ്റും മൊത്തം വരയ്ക്കുക. പിന്നെ സത്യം പറഞ്ഞാൽ ഇടി വായിക്കാൻ വയ്യാത്ത കാരണം ഞാനങ്ങോട്ട് പോയില്ല. പക്ഷേ ജസ്റ്റ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതൊരു കുറച്ച് കഴിയുമ്പോഴത്തേന് ആ വണ്ടി എടുത്ത ആ ആൾക്കാരും പോയി, വണ്ടി എടുത്തുകൊണ്ട് ആ ചേട്ടൻ പോവുകയും ചെയ്തു. ആരെന്നറിയില്ല, എനിക്ക് കൃത്യമായിട്ട് നമ്മൾ കണ്ടാൽ അതൊക്കെ കഷ്ടമാണ്. നമ്മളിത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇനി ആ വണ്ടിയുടെ കേസിൽ എത്ര നാൾ കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പണി കഴിയും. കഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പണി അന്നത്തിന് വേണ്ടി പണി ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാണിക്കുന്നത് ഒന്നുകിൽ ഓക്കെ ഓട്ടോ എടുക്കണമെങ്കിൽ ഓട്ടോ എടുക്കുന്നില്ല, ഒരു വിഷയമില്ല. പക്ഷേ ഈ ഓട്ടോ എടുത്തിട്ട് ഈ വണ്ടി തല്ലി പൊട്ടിച്ചിട്ട് വണ്ടി നയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറും അത് ഡ്രൈവിംഗ് ഫീൽഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യൂല. കാണിച്ച ആരാണെങ്കിലും ഭയങ്കര മോശമായി പോയി. സത്യം. സംഭവത്തിൽ സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു, തലയ്ക്കും പരിക്കേറ്റു. വാഹനത്തിനും കേടുപാടുകൾ വരുത്തിയതായി പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തു. കൊല്ലപ്പുഴ ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം ആരംഭിച്ചു. ഏപ്രിൽ 11 വരെയാണ് ഉത്സവം നടക്കുന്നത്. 1-ാം ദിവസം നടന്ന ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രാചാര പ്രകാരമുള്ള വിവിധ ചടങ്ങുകളും മുടിയേറ്റും വിവിധ കലാപരിപാടികളും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കടിയക്കോൾ കൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി പോടൂർ ഇല്ലത്ത് രൂപേഷ് തിരുമേനിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊല്ലപ്പുഴ ദേവീക്ഷേത്രത്തിൽ മീനപ്പൂര മഹോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 11 വരെയാണ് ഉത്സവം നടക്കുന്നത്. 1-ാം ദിവസം ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രാചാര പ്രകാരമുള്ള വിവിധ ചടങ്ങുകളും മുടിയേറ്റും വിവിധ കലാപരിപാടികളും നടന്നു. ദർശന പ്രാധാന്യമുള്ള ആയില്യം പൂജയിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കടിയക്കോൾ കൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി പോടൂർ ഇല്ലത്ത് രൂപേഷ് തിരുമേനിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2-ാം ദിനവും മകംതൊഴൽ, കളമെഴുത്തും പാട്ട് ഉൾപ്പെടെ വിവിധ പൂജകളും ബാലയും നടന്നു. ഉത്സവത്തിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ബാബു MG പറഞ്ഞു. കൊല്ലപ്പുഴ ദേവീക്ഷേത്രം ഏതാണ്ട് വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഈ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിലെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ എല്ലാ വർഷവും ഇവിടെ മീനപ്പൂര മഹോത്സവം എല്ലാ വർഷങ്ങളും തുടർച്ചയായി നടത്തിക്കൊണ്ട് പോരുന്നു. ആദ്യം ആയില്യം പൂജ മുതൽ ഉത്രം വരെ തൂക്കം വരെയുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ എല്ലാ കാലത്തും നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ്. സകല ജനങ്ങളുടെയും വിശ്വാസവും ആർജിച്ച ഒരു ക്ഷേത്രമായതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരികയും അമ്മയുടെ പുണ്യ ദർശനങ്ങൾ വാങ്ങിക്കുകയും അതിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു പുരാതന ക്ഷേത്രമാണിത്. ദേവീക്ഷേത്രത്തെ പറ്റി പറഞ്ഞാൽ ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ടും വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ക്ഷേത്രം ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഉണ്ണിമോഹൻ, സെക്രട്ടറി MR സുനിൽ, കമ്മിറ്റി അംഗങ്ങളായ നിതിൻ ശിവദാസ്, സിബി പൊട്ടനാനിക്കൽ, യശോധരൻ MB, സനൂപ് കൃഷ്ണൻ, ഷാജി കുമാർ VK, സജി KK, സുനിൽ KN, സന്തോഷ് AS, ജഗദമ്മ, പത്മിനി എന്നിവർ പ്രസിഡന്റിന്റെ ഒപ്പമുണ്ടായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. തിരുവുത്സവത്തിന്റെ 3-ാം ദിനമായ 10-ന് രാവിലെ 5-ന് പള്ളിയുണർത്തൽ, 5:15-ന് നിർമ്മാല്യ ദർശനം, 6-ന് ഗണപതി ഹോമം, 6:30-ന് ഉഷപൂജ, 7-ന് തിരുവാഭരണം ചാർത്തി ദർശനം, 8-ന് വിശേഷാൽ വഴിപാടുകൾ, 8:30-ന് കലങ്കരിക്കൽ, 9-ന് കുംഭകൂട താലപ്പൊലി ഘോഷയാത്ര, മേളം, കാവടി, ദേവനൃത്തം, ഫ്ലവർ ഡാൻസ്, തിറ എന്നിവയുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര. 11:30-ന് കുംഭകൂടം താലപ്പൊലി അഭിഷേകം, 12-ന് പകൽപൂരം, വൈകിട്ട് 5-ന് നട തുറക്കൽ, 6:30-ന് വിശേഷാൽ ദീപാരാധന, 7-ന് കളമെഴുത്തും പാട്ടും, 7:30-ന് അത്താഴപൂജ, 8-ന് ഫോക്ക് മോജോ. ഏപ്രിൽ 11-ന് രാവിലെ 5-ന് പള്ളിയുണർത്തൽ, 5:15-ന് നിർമ്മാല്യ ദർശനം, 5:30-ന് ഗണപതി ഹോമം, 5:40-ന് അഭിഷേകം, 6-ന് ഉഷപൂജ, 8-ന് വിശേഷാൽ വഴിപാടുകൾ, 9-ന് കലംകരിക്കൽ, വൈകിട്ട് 5-ന് നട തുറക്കൽ, 6:30-ന് വിശേഷാൽ ദീപാരാധന, 7-ന് കളമെഴുത്തും പാട്ടും, 7:30-ന് പ്രസാദിയൂട്ട്, 8 മുതൽ കലാപരിപാടികൾ, 11-ന് ഉത്രമിടി, 12 മുതൽ ഗരുഡൻ തൂക്കം എന്നിവ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയെ ഹരിത ജില്ലയായി പ്രഖ്യാപിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിനാണ് പ്രഖ്യാപനം നിർവഹിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 4-ാം വാർഷികം ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി
ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ചാർജിങ്ങിന് ഇട്ട സ്കൂട്ടർ കത്തി നശിച്ചിട്ടും സ്കൂട്ടറിന്റെ ക്ലെയിം നൽകാൻ കമ്പനി തയ്യാറാകുന്നില്ല എന്ന് ഉടമ. അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയുടെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ വലിയ നോമ്പ് ആചരണം ഏപ്രിൽ 11 മുതൽ 27 വരെ വിപുലമായി ആചരിക്കുമെന്ന് വികാരി ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ പറഞ്ഞു. ജലവിഭവ വകുപ്പിന്റെ ഡാമുകൾക്ക് ചുറ്റുമേർപ്പെടുത്തിയ ബഫർ സോൺ ഉത്തരവ് സർക്കാർ പിൻവലിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി വിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.